ബായ്, ഇതാണ് എന്റെ അനുജത്തി സുനന്ദ. ഇവൾ ബായിയുടെ കടുത്ത ആരാധികയാണ്. ആരാധികയോ? അതിന് ഞാനെന്താ വല്ല സൂപ്പർ സ്റ്റാറോ മറ്റോ ആണോ? എന്റെ ബായ്, ഈ ചേച്ചി വായ തുറന്നാൽ ബായിയെ പറ്റിയേ പറയാറുള്ളൂ. ബായിയുടെ വീരകഥകളും തകർന്നു പോയ പ്രേമകഥകളും എല്ലാം കേട്ട് എനിക്ക് ബായിയോട് ഒരു ആരാധനയൊക്കെ തോന്നി. പറയുവാൻ ഒരു കഥയും വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല. വെരി ഗുഡ്. നീ ഈ ലോകത്തെ എല്ലാ ഫ്രണ്ട്സിനും ഒരു മാതൃകയാണ്. ഞാൻ ബായിയോടൊരു ഹെൽപ്പ് ചോദിക്കാൻ വന്നതാ. ഇവന്മാരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടേ ഞാൻ വിഷമിച്ച് നിൽക്കുക. പ്ലീസ്, പുതിയ ഹെൽപ്പ് ഒന്നും ചോദിക്കരുത്. ഓ, വലുതായിട്ടൊന്നുമില്ല. അടുത്ത ആഴ്ച കോളേജ് ഡേ ആണ്. അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡാൻസ് ബായി തന്നെ ഒന്ന് കൊറിയോഗ്രാഫി ചെയ്തു തരണം. ഓ അങ്ങനെ. ഇവിടെ അടുത്തുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും നല്ലൊരു ചെലവ് നീ ചെയ്യേണ്ടി വരും. ബായ്, ചിലവ് ഏതെങ്കിലും സാധാരണ ഹോട്ടലിൽ നിന്നും പോരെ? ശരി, എങ്കിൽ സാധാരണ ഹോട്ടലിൽ നിന്ന് 2 പ്ലേറ്റ് ചെമ്മീൻ, 2 പ്ലേറ്റ് കരിമീൻ, മട്ടൻ ബിരിയാണി, താറാവ് ഫ്രൈ, പിന്നെ ഫ്രൂട്ട് സാലഡ്, പിന്നെ 4 പാർസൽ വീട്ടിലേക്ക്. എന്റെ കൃഷ്ണ, ഇതിലും ഭേദം 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നതാ. ബായ്, പാട്ടിന്റെ കാര്യം? അപ്പോൾ വുമൻസ് കോളേജിന്റെ അന്തരീക്ഷത്തിന് പറ്റിയ പാട്ടായിരിക്കണം. അതെ. ആ, കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുവെണ്ണെ കുയിലാളെ, കുപ്പി വേണം, സോഡ വേണം, ഗ്ലാസും വേണം, കൊട്ടുനക്കാൻ അച്ചാറും വേണം. ഹേയ് തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതോ തിത്തിത്താരാ തിത്തിത്തൈ ഇതല്ല ബായ്. എനിക്കറിയാവുന്നതേ ഈ സ്റ്റാൻഡേർഡുള്ള പാട്ടുകളാണ്. ബായ്, എന്റെ കയ്യിൽ ഗുജറാത്തി ഡാൻസിന് പറ്റുന്ന ഒരു പാട്ടുണ്ട്. ബായ് ഒന്ന് കൊറിയോഗ്രാഫി ചെയ്തു തരണം. ഭജം ഭജം കൃഷ്ണ ഭജം, നാമം നാമം കൃഷ്ണ നാമം, ജപം ജപം കൃഷ്ണ ജപം, തപം തപം കൃഷ്ണ തപം, ഗുരുവായൂർ കണ്ണനെ